പൈനാപ്പിൾ പച്ചടി ഏത്തപ്പഴവും മുന്തിരിങ്ങയും കൂടെ ചേർത്ത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവമാണ് പച്ചടി. വളരെ സ്വാദിഷ്ടമായ ഈ പൈനാപ്പിൾ ഏത്തപ്പഴം മുന്തിരിങ്ങയും കൂടെ ചേർത്ത് പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്കൊരു 4 പച്ചമുളകും കരിവേപ്പിലയും കൂടെ ചേർത്ത് പച്ചമുളകിൻ്റെ എരിവ് ആ എണ്ണയിൽ നന്നായിട്ട് ചേരുന്നത് വരെ വഴറ്റിയെടുക്കുക. ഒച്ച തീരുമ്പം ഒരു 1.5 കപ്പ് പൈനാപ്പിൾ അരിഞ്ഞത്, ഒരേത്തപ്പഴവും എടുത്തിരിക്കുന്ന ഒരു 3/4 കപ്പോളമുണ്ട്, അതും കൂടെ ചേർത്ത് വെള്ളം ഒഴിക്കാതെ വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. കൂടെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. തീ കൂട്ടി വെച്ച് വേവിക്കുകയാണെങ്കിൽ അത് നമുക്ക് വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ട് ചെറിയ തീയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് പഴവും പൈനാപ്പിളും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്ത് വരുമ്പം അതിലേക്ക് നമുക്ക് പൈനാപ്പിളിൻ്റെയും ഏത്തപ്പഴത്തിൻ്റെയും മധുരം അനുസരിച്ച് വേണം ഷുഗർ ചേർക്കാനായിട്ട്. പഞ്ചസാര അവരവരുടെ സ്വാദിനനുസരിച്ച് 2 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ. പൈനാപ്പിളിൻ്റെയൊക്കെ മധുരം കണക്കിലെടുത്ത് വേണം പഞ്ചസാര ചേർക്കാനായിട്ട്. പൈനാപ്പിളിന് ഒട്ടും മധുരം ഇല്ലെങ്കിൽ 4 ടേബിൾ സ്പൂണും ചേർക്കാം. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് വിളയിച്ചെടുക്കണം. പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ഇതുപോലെ വെള്ളം ധാരാളം പഴങ്ങളിൽ നിന്നും പുറത്തേക്ക് വരും. പഞ്ചസാരയും ഉരുകിയ ആ വെള്ളവും കൂടെ ചേർന്നാണ്. അതിലേക്ക് നമുക്ക് തേങ്ങയുടെ കൂട്ട് ഒരു കപ്പ് തേങ്ങ അരച്ചെടുക്കുമ്പോൾ ഒരു 3/4 കപ്പോളം കിട്ടും. തേങ്ങയുടെ നല്ല മഷി പോലെ അരച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തേങ്ങയുടെ പച്ചമണം മാറണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഒരുപാട് വെള്ളമയം പാടില്ല, കാരണം ഇതിൽ നമ്മൾ ഇനിയും തൈരും കൂടെ ചേർക്കേണ്ടതാണ്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് കുരുവില്ലാത്ത മുന്തിരിങ്ങ ചേർക്കുക. നല്ല കറുത്ത മുന്തിരിങ്ങ കിട്ടുകയാണെങ്കിൽ കാണാൻ കുറച്ചും കൂടെ ഭംഗി കിട്ടും. കുരുവില്ലാത്ത മുന്തിരിങ്ങ ആയിരിക്കണം ചേർക്കേണ്ടത്. 2-3 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം 1 കപ്പ് തൈര് ഇതുപോലെ നന്നായിട്ട് ഉടച്ച് ചേർക്കുക. തൈര് ചേർത്തതിന് ശേഷം ചെറു തീയിൽ വെച്ച് 1-2 മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി, തിളപ്പിക്കേണ്ട. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യും. ഇതിലേക്ക് നമുക്കൊരു താളിപ്പും കൂടെ ചേർക്കാം. വെളിച്ചെണ്ണയിൽ കടുകും ചുവന്ന മുളകും കരിവേപ്പിലയും ചേർക്കുക. നന്നായിട്ട് അവസാനം ഒരു 2 നുള്ള് മുളക് പൊടിയും കൂടെ ഒരു കളറിനാണ് ചേർത്തിരിക്കുന്നത്. താളിപ്പ് ചേർത്ത ഉടനെ ഒന്ന് അടച്ച് വയ്ക്കുക. 2 മിനിറ്റിന് ശേഷം നന്നായിട്ട് ഇളക്കി നമുക്കിത് വിളമ്പാവുന്നതാണ്. വളരെ എളുപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതുമാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് പച്ചടി തയ്യാറാക്കി നോക്കുക. വിഷുവിന് സദ്യയോടൊപ്പം നമുക്കിത് വിളമ്പാവുന്നതുമാണ്. ഓണസദ്യ അല്ല, നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഏത് സദ്യയോടൊപ്പം സ്വാദിഷ്ടമായിട്ട് ഈ പച്ചടി നമുക്ക് വിളമ്പാം. ഇന്ന് തയ്യാറാക്കിയ രീതിയിൽ ഉള്ളി ചേർത്തിട്ടില്ല. ഇനി ഉള്ളി ചേർക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ആദ്യം പച്ചമുളകും കരിവേപ്പിലയും വഴറ്റിയ സമയത്ത് ചെറിയ ഉള്ളി 2-3 ചെറിയ ഉള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.